ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കാരോലം ചുടാൻ പോവാണ് മക്കളെ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പൂതിയാട്ടാ. 6 മണി കഴിഞ്ഞിരിക്കണട്ടാ. അപ്പോഴൊരു പൂതി. ഇപ്പം കുറച്ച് നേരമായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ. മുസ്ബിലാറുമാറി നമുക്ക് പറഞ്ഞു കൊടുത്താലോ. എണ്ണ ചൂടായിട്ടില്ല തോന്നുന്നു. സ്പീഡ് കുറച്ച് വെച്ചിക്കണം. എണ്ണ ചൂടായി നല്ലോണം വരട്ടെ. ചൂടായി കൊടുങ്ങൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ചൂടായിക്കൊടുന്ന ചൂടായിക്കും കേട്ടോ. നമുക്ക് കുറച്ച് വെച്ചതുകൊണ്ട് കുറച്ച് ഈച്ച പാകം. അപ്പോൾ ഒരു പഴം, കുറച്ച് റവ, കുറച്ച് മൈദ, പഞ്ചസാര, മഞ്ഞൾപ്പൊടി ഒക്കെ പാടെ കൂട്ടിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തു കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരു ഉണ്ടാക്കലാണ്. അപ്പോൾ ഇപ്പോഴേക്ക് അങ്ങനെ ലൈറ്റില്ല. അപ്പോൾ ഞാൻ മൊബൈലിൻ്റെ ഇതെടുത്തേക്കാണ് വെച്ചേക്കാണ്. നല്ല പൊങ്ങി വന്നിക്കണം കേട്ടോ. നമ്മൾ പപ്പടം കൊണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മധുരത്തിൽ ചേർത്തിക്കണ പഞ്ചസാരയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പിന്നൊക്കെ തോന്നി കാരോല ഉണ്ടാക്കിയാൽ മതി. റവി, മൈദ, പിന്നെ ഒരു മൗസൂരിപ്പഴം. ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഇരുന്ന് ആലോചിച്ചുണ്ടാക്കിയാണ്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടു. പിന്നെ പഴം തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവുമല്ലോ. ഒന്ന് ഹൈ ഫ്ലെയിമിലാണ്, മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. ശർക്കര അല്ല, പഞ്ചസാര ചേർത്തിക്കണം. എന്നാലും നമുക്ക് ഒരു 4 മണി പ്രകാരം. ഇപ്പം 6 മണിക്കാണ് കഴിക്കുന്നത്. ഭയങ്കര ചൂടായിരുന്നല്ലോ. അപ്പം ഞാൻ 6 മണിക്ക് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോഴും നല്ലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഒരിഞ്ഞിക്കണം കേട്ടോ. ഓര് മാറ്റി കൊടുക്കാം നമുക്ക്. എല്ലാം ഗോൾഡൻ ബ്രൗൺ ആയിക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം. അങ്ങോട്ട് എടുക്കണം. നമുക്ക് എടുത്താലോ. ഒരു സ്പൂൺ എടുക്കാം നമുക്ക്. അല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ കുടിക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അത് ഇതാവും. വേണമെങ്കിൽ കോരി മാറ്റി കൊടുക്കാതെ നമ്മളെ കാരോലം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ആയതുകൊണ്ട് തന്നെ അത്ര തന്നെ നല്ല മുരിയണ്ട. ചിലപ്പോൾ നല്ല ഹാർഡായി കഴിഞ്ഞാൽ സോഫ്റ്റ് ഉണ്ടോ നോക്കിയാൽ ചൂടലപ്പോൾ. ഇവിടെ കാരോലൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വിഭവമായതുകൊണ്ട് അത് ആലോചിച്ചാണൊന്നും സമയം ഉണ്ടായില്ല. ഇപ്പം എനിക്ക് കടി തോന്നും ഉണ്ടാക്കാൻ വിചാരിച്ച അത്രേ ഉള്ളൂ മക്കളെ. എളുപ്പം ഉണ്ടാക്കും കേട്ടോ. നല്ല പെർഫെക്റ്റായി നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ വരണം കാരോലൊക്കെ. ഇവരൊക്കെ തുടച്ചു കൊടുക്കാം നമ്മളെ. തുടച്ചിട്ട് കൊടുക്കട്ടോ.
ഇപ്പുറത്തെ അടുപ്പിലാകുമ്പോൾ കുറച്ച് ചായ വെക്കട്ടോ. ചായ ഇപ്പോൾ കുടിക്കും, 4 മണിക്കാണ് കുടിക്കണം. ഒന്നും കുടിച്ചില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയ ചായക്കടി. പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കി. പുറത്ത് നല്ല മഴ കാണും കണ്ടില്ല കേട്ടോ. അപ്പോൾ മഴയും ചായയും കുടിക്കാൻ നല്ല മഴ. പുറത്താകുമ്പോൾ നല്ല തണുപ്പൊക്കെ എല്ലാം തുറപ്പ് നല്ല തണുപ്പുണ്ടാവും. അങ്ങനൊക്കെ വിചാരിച്ചിട്ട് ഇരുന്നതാണ്. അപ്പോൾ മഴ അത് കാട്ടിക്കൂട്ടി പോയി. കല്യാണമൊക്കെ ഉണ്ടായിരുന്നേ, ഞാൻ പോയതൊന്നുമില്ല. ഈ ചൂടത്ത് കല്യാണത്തിന് തന്നെ പോയത്. 4 മണി കല്യാണമാണ്, ജോലി കല്യാണം. ഞാനൊന്നും പോയില്ല. നല്ല സോഫ്റ്റ് ഉള്ളത്. ആ മക്കളെ, കാരകളൊക്കെ നല്ല സോഫ്റ്റ് കാരോളം. അവിടെ തൊട്ടാൽ നല്ല സോഫ്റ്റ് കാരോളം അങ്ങനെ തൊടുന്നു. അപ്പോൾ റെഡിയായി, ചായ കുടിക്കണം. മക്കളെ ചാരോലൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ഉണ്ടാക്കലാണ്. നല്ല സോഫ്റ്റ് കപ്പ്. അങ്ങനെ കുടിച്ചുമ്പോൾ അങ്ങനെ അടുത്താവും. എണ്ണ നല്ല ഉപ്പുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ വല്ലപ്പോഴുള്ള പൊരിക്കടിയൊക്കെ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ചൂടാണ് കഴിക്കാൻ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു. അസ്സലാമു അലൈക്കും. ഒന്ന് കഴിച്ചു കേട്ടോ, ചൂടാണോ. സൂപ്പർ. ഒരു പേടിയ മധുരം കേട്ടോ. കൂടുതൽ മധുരമൊക്കെ ഇഷ്ടമല്ല. ശർക്കര അല്ല, പഞ്ചസാരയാണ്. നല്ല ആടൊക്കെ എടുത്തുക്കോ, പെർഫെക്റ്റായി എടുത്തുക്കോ. ചായ ചൂട്. അപ്പം തിന്നുമ്പോൾ തന്നെ ചൂടാകെ വിസർത്ത് കുളിച്ചു. പെണ്ണേ, വേർത്ത് കുളിച്ചു. ഓക്കെ, അസ്സലാമു അലൈക്കും. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.